നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പമ്പയാറിൻ തീരത്ത് എന്നാണ് കവിതയുടെ പേര്. ജീവിതത്തിൽ മലയാളികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ് പമ്പയാറിൽ നടക്കുന്ന ആറന്മുള ജലോത്സവം. അതിൻ്റെ സൗന്ദര്യാത്മകത വർണ്ണിച്ചാൽ ശരിയാവില്ല, കാണണം. അത്രമാത്രം ഗംഭീരമാണ്. ആചാരപെരുമയോടെയും തിരുവോണത്തോണി വരുന്നതും ആറന്മുള അപ്പൻ്റെ കടാക്ഷം കൊണ്ട് പമ്പയാറിൽ നിറഞ്ഞ് ചുണ്ടൻ വള്ളങ്ങളും വലിയ വള്ളങ്ങളും മത്സരിച്ച് 100-120 പേർ പങ്കായം തുഴഞ്ഞു വരുന്ന ആകാശ ദൃശ്യങ്ങളും നേരിട്ടും അതിൻ്റെ ഓരോ ഫ്രെയിംസും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തേയില്ല. അത്ര സുന്ദരമാണ്. ഞാനത് 2-3 തവണയേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ തിരുവോണത്തിന് കൂടുക എന്നത് തന്നെ വളരെ വിരളമാണ്. പക്ഷേ ആറന്മുള ഉത്സവം, ആറന്മുളയിലെ വള്ളസദ്യ, അതൊക്കെ ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ സഹോദരി ഭർത്താവ് പള്ളിയോടങ്ങളിൽ മുല്ലപ്പള്ളി വള്ളവും അങ്ങനെ പല ദേശത്തിൻ്റെ വള്ളങ്ങളിലും അതിൻ്റെ മുനമ്പത്ത് അതിൻ്റെ വള്ളത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ചിട്ട് പങ്കായം പിടിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ആറന്മുള അപ്പുക്കുട്ടൻ നായർ എന്ന ആ വ്യക്തിയോടൊപ്പം ഉള്ള 2-3 പേർ ഈ വലിയ വള്ളത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നിയന്ത്രിക്കുന്നത് കാണാൻ, അതിൻ്റെ ആവേശ തള്ളലിൽ വഞ്ചിപ്പാട്ടും പാടി തുഴഞ്ഞു വരുന്ന ആ ദൃശ്യം ലോകത്തെവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയില്ല. അത്ര സുന്ദരമാണ് ആ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആ വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയുണ്ട്, അത് മോശമാണെന്നല്ല പറഞ്ഞത്. അതിൻ്റെ സൗകുമാര്യമെന്ന് വേറെയാണ്. പ്രൊഫഷണലിസം കൂടുതലുണ്ട് ആറന്മുള നെഹ്റു ട്രോഫി വള്ളംകളി. പക്ഷേ അതല്ല. സ്നേഹത്തിൻ്റെയും പുരാണങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഒക്കെ മേൻപൊടി ചാർത്തി നൂറുകണക്കിന് വള്ളക്കാർ, നൂറുകണക്കിന് തുഴക്കാർ എത്രയോ ദിവസങ്ങളിലെ അധ്വാനമാണ്. ഞാൻ മുന്നേ എന്നുള്ള രീതിയിൽ 100-110 പേർക്കും തുഴയുന്നവർക്ക് ദിവസങ്ങളോളം പ്രാക്ടീസ്, അവർക്ക് ഓരോ വീടുകളിൽ ഇത്രയും പേർക്ക് ഭക്ഷണം വെച്ച് വിളമ്പുക. അതുപോലെ അത് എങ്ങനെയാണ് വർണ്ണിക്കുക എന്നറിയില്ല. അത് നിങ്ങൾ കാണണം. ഇവിടെ ജാതിയോ മതമോ ഒന്നുമല്ല. സൗന്ദര്യത്തിൻ്റെ ഒരു പുഷ്പാലങ്കൃതമായിട്ടുള്ള ഒരു പ്രീതി നമ്മുടെ മനസ്സിൽ കുടികൊള്ളും. ഒരിക്കൽ കണ്ടാൽ വീണ്ടും 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 കാണണം എന്ന് തോന്നുന്ന ഒരു മഹത്തായ ഒരു ദൃശ്യം. അതുപോലെ തന്നെയാണ് വള്ളസദ്യയും. 101 കറികൾ കൂട്ടിയുള്ള വള്ളസദ്യ. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അങ്ങനത്തെ വള്ളസദ്യ. ഒരുപാട് പേർ അവിടെ വള്ളസദ്യ കഴിപ്പിക്കുന്നുണ്ട്. ഓരോ വള്ളങ്ങളുടെ പേരിലും അവർ വന്ന് പാടി, അവർക്ക് ആവശ്യമുള്ള കൂട്ടുകൾ അവർ പാടിയാണ് ചോദിക്കുന്നത്. ആ പാട്ടുകളെല്ലാം എത്ര ചേതോഹരമാണ്. അതെല്ലാം അന്യം നിൽക്കാതെ ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ ഇതൊന്ന് കാണുക. ആറന്മുള വള്ളംകളി അത്ര ചേതോഹരമാണ്, അത്ര സൗന്ദര്യാത്മകമാണ്. ഏകദേശം കുറേ രാജ്യങ്ങൾ കാണാനും അവിടുത്തെ പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ മനസ്സിനെ ഇമ്പം കൊള്ളിക്കുമെങ്കിലും ഇതുപോലൊരു അനുഭവം എനിക്ക് വേറെ ചൂണ്ടിക്കാണി